ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു 9 നാരങ്ങ പുഴുങ്ങിയെടുക്കാനായി വെള്ളത്തിൽ ഇട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വെള്ളത്തിലിട്ട് ചൂടാക്കുക. അധികം ചൂടാക്കി ഇതാക്കി കളയരുത്, നാരങ്ങ പൊട്ടിപ്പോകും. ഒരു മീഡിയം ചൂടാക്കിയാൽ മതി. നാരങ്ങ വെന്തതിന് ശേഷം എടുത്ത് നല്ലതായി വെള്ളമെല്ലാം തുടച്ച് വൃത്തിയാക്കണം. വെള്ളം ഒട്ടും ചേരാൻ പാടില്ല. അതിനുശേഷം ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് എടുക്കുക. ചെറിയ ചെറിയ പീസുകളായി നിങ്ങളുടെ ഇതിനനുസരിച്ച് 4 6 ഒക്കെ പീസായിട്ട് എടുക്കാറുണ്ട്. ഞാൻ ചെറിയ നാരങ്ങയാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന രീതിക്കുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 സ്പൂണ് ഉപ്പിട്ട് വെക്കുക. ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അവിടെ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് അച്ചാറിന് ചേർക്കേണ്ടുന്നത്. ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഫ്ലെയിം വെച്ചിട്ട് കരിച്ച് കളയരുത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ്. കണ്ടിന്യൂ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അച്ചാറിനൊരു ചെറിയ കയ്പുണ്ടാകും. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് നല്ലത്. അല്ലെ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഓഫിൽ വെക്കുക. ചട്ടിയുടെ ചൂടിൽ തന്നെ ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സ്റ്റൗ ഓഫിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുത്തതൊക്കെ വെറുതെ ആയി പോകും. ഇനി അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി കുറച്ച് ചേർത്താൽ മതി. ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതായത് 9 നാരങ്ങയൊക്കെ ഉള്ള അളവാണ് നമ്മളിപ്പോൾ പറയുന്നത്. കൂടുതൽ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ പൊടികൾ ചേർക്കാൻ ശ്രദ്ധിക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. 1 സ്പൂണോളം വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ ഇടുക.
ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടുന്നതാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ചാറും പിന്നെ ഈ പറഞ്ഞ മസാലയും ഇതെല്ലാം കൂടെ കൂടി ഇളകിയൊരു നല്ല മണം വരുന്നുണ്ട്. വെള്ളം ഒട്ടും ചേരാൻ പാടില്ല. നാരങ്ങയുടെ നീര് കംപ്ലീറ്റ് ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടി വെക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാൻ വെക്കുക. നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമ്മൾ വേറൊരു ഉണങ്ങിയ ജാറിലേക്ക് നല്ലതുപോലെ കഴുകി ഉണക്കി തുടച്ചെടുത്ത ജാറിലേക്ക് ഇതിട്ട് ഒരു നല്ലതുപോലെ മൂടി വെക്കുക. നല്ലതുപോലെ അടച്ച് ഒരു 3-4 ദിവസം അടച്ച് അങ്ങനെ വെച്ചേക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ ചാറും നാരങ്ങയുടെ നീരും എല്ലാം കൂടെ മിക്സായിട്ട് ഒരു നല്ല ഫ്ലേവർ ആവുന്നതാണ്. അതുവരെ അടച്ച് വൃത്തിയാക്കി വെക്കുക. അതിന് ശേഷം നമുക്കിതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.